ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വേൾഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. മൂന്നാറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിന്റ്, ലക്കം വാട്ടർഫാൾസ്, മൂന്നാർ റിവർ ബാങ്ക്, വാൽക്കവേ ചിൽഡ്രൻസ് പാർക്ക് എന്നീ പറയുന്ന മൂന്നാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പോയിന്റുകൾ വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വ്ളോഗിലൂടെ എത്തിക്കുന്നത്. ഡാമിലേക്ക് പോകുന്ന വഴിയിലായിട്ട് കണ്ട ഒരു കാഴ്ചയാണിത്. വീടുകളും റിസോർട്ടുകളും എല്ലാമാണ് ഈ കാണുന്നത്. മലയുടെ ചെരുവിലായിട്ട് ഒന്നിനും മീതെ മറ്റൊന്ന് അടക്കി വെച്ച രീതിയിലാണ് ഈ വീടുകളും റിസോർട്ടുകളും എല്ലാം നിലനിൽക്കുന്നത്. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമ്മളങ്ങനെ മാട്ടുപ്പെട്ടി ഡാമിലെത്തി. ഇനി നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. നല്ല സീസൺ ടൈം ആയിരുന്നു. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഡാം വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഡാമിൻ്റെ റിസർവോയർ ഏരിയ ആണ്. ഇവിടുത്തെ പ്രധാന വിനോദം എന്ന് പറയുന്നത് ഈ ഡാമിൻ്റെ ഭിത്തിയിലൂടെ നടന്ന് ഈ റിസർവോയർ എല്ലാം കാണുന്നതാണ്. ഡാമിൻ്റെ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട്. ആ ഷട്ടറിൽ നിന്നും പോകുന്ന വെള്ളമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പ്രേ ലെവലിൽ നല്ല ഫോഴ്സിലാണ് വെള്ളം പോകുന്നത്. നമ്മുടെ ആ റിസർവോയറിൽ നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യാൻ സാധിക്കും. അവിടെ നമ്മളിപ്പോൾ ദൂരെ കാണുന്ന അവിടെ നിന്ന് ടിക്കറ്റ് എടുത്താൽ നമുക്ക് ബോട്ടിൽ ഈ റിസർവോയറിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ യാത്ര ചെയ്യുന്നവരാണ് നമ്മളിപ്പോൾ ഈ വിഷ്വലിൽ കാണുന്നത്. ഈ റോഡ് നേരെ പോകുന്നത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. എക്കോ പോയിന്റ് കഴിഞ്ഞ് ടോപ്പ് സ്റ്റേഷൻ. അതുകൊണ്ട് ഒരുപാട് വണ്ടികൾ ഈ ഡാമിന്റെ ഭിത്തിയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടൊരു ഗെയിമാണ് ഈ ബലൂണിൽ ഈ തോക്കും കൊണ്ട് ഉന്നം നോക്കി വെടിവെച്ച് പൊട്ടിക്കുന്നത്. ഒരുപാട് പേര് ഈ ഗെയിം കളിക്കുന്നുണ്ട്. നല്ല വിശപ്പ് തോന്നിക്കഴിഞ്ഞപ്പോൾ ഒരു ഓംപ്ലേറ്റ് കഴിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇവിടുന്ന് ഈ ഡാമിനോട് ചേർന്നുള്ള ചെറിയ കടകളാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഈ ഓംപ്ലേറ്റ് കഴിക്കുന്നത്. ഇവിടെ മാഗി അങ്ങനത്തെ ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസ് നമുക്ക് കഴിക്കാൻ കിട്ടും. എക്കോ പോയിന്റ്, നമ്മളങ്ങനെ എക്കോ പോയിന്റിന്റെ ഇത് ശരിക്കും എക്കോ പോയിന്റ് അല്ല, എക്കോ പോയിന്റ് കഴിഞ്ഞ് വരുന്ന അടുത്ത സ്ഥലമാണ്. ഇവിടേക്ക് നമുക്ക് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് താഴത്തേക്ക് ഇതുപോലെ ഇറങ്ങിപ്പോയി ആ കാണുന്ന പുഴയുടെ സൈഡിലായിട്ട് നിന്ന് നമുക്ക് എക്കോ പോയിന്റിന്റെ അതായത് ശബ്ദം എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് എക്കോ ആയിട്ട് കേൾക്കാനും നമുക്ക് ആസ്വദിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ടിക്കറ്റ് എടുത്ത് ശരിക്കുള്ള എക്കോ പോയിന്റിലേക്ക് പോവാം. ഇവിടെയും കുറെ ആളുകൾ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറെ പേര് ഒച്ചയൊക്കെ എടുക്കുന്നുണ്ട് ആ എക്കോ കേൾക്കുന്നതിന് വേണ്ടി. നമ്മളങ്ങനെ നടന്ന് ആ പുഴയുടെ അടുത്തേക്ക് പോവാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നില്ല, ഇപ്പോൾ ഈ സൂം ചെയ്ത് കാണുന്ന ഇതാണ് ടിക്കറ്റ് എടുത്ത് പോകേണ്ട എക്കോ പോയിന്റ്. അവിടെ നിന്ന് ഇത്രയും ദൂരെ ഇവിടേക്കേ ഉള്ളൂ. ഇവിടെ വരുന്നവരുടെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട പേരുകൾ ഉറക്കെ പറയുക, കൂവുക, ഒച്ചയുണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ഈ ശബ്ദം അപ്പുറത്തുനിന്ന് എക്കോ ആയിട്ട് നമുക്ക് തിരിച്ചു കേൾക്കാൻ പറ്റും. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് എക്കോ പോയിന്റിലേക്ക് പോകാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്കാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ നടന്ന് ഇനി നമ്മുടെ മുന്നിലേക്ക് വരുന്നതാണ് ശരിക്കുള്ള ടിക്കറ്റ് എടുത്ത് കയറേണ്ട എക്കോ പോയിന്റ്. ഒരാൾക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറേണ്ട ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് കയറി. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. നല്ല തിരക്കാണ് ഇവിടെ. ശരിക്കും മൂന്നാറിൽ നമ്മൾ എവിടെ ചെന്നാലും നല്ല ജനത്തിരക്കുണ്ട്. ഇവിടെ കണ്ടില്ല, നമുക്ക് ബോട്ട് യാത്ര ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഇതിൽ ബോട്ട് യാത്ര ചെയ്യുന്നുണ്ട്. പലതരം ബോട്ടുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ ആ ബോട്ടിൽ നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്.
നമ്മളിപ്പോൾ ഇത് ആ കാണുന്നതാണ് നമ്മൾ ആദ്യം ചെന്ന് നിന്ന എക്കോ പോയിന്റ്. ഇവിടെ നിന്ന് അത്രയും ദൂരമാണ് അവിടേക്കുള്ളത്. ഇവിടെ ഒരുപാട് ബോട്ടുകൾ ഈ പറഞ്ഞ ഈ പുഴയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന എല്ലാവരും തന്നെ ബോട്ടിൽ കയറുന്നുണ്ട്. അതിലൊരാൾ ആളുകൾ ഇരുത്തിയും കൊണ്ട് വട്ടത്തിലുള്ള വഞ്ചി കറക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ച് വളരെ സേഫ്റ്റിയോട് കൂടിയാണ് ഇവിടുത്തെ ബോട്ട് യാത്ര നടത്തുന്നത്. എക്കോ പോയിന്റിലെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം നമ്മൾ എക്കോ പോയിന്റിൽ നിന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ യാത്ര തുടരാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് തേയില ഫാക്ടറി കാണാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് അവിടെ തേയില പ്രോസസ്സ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. അവരുടെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്, അത് കാണാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് കാണാതെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ലക്കം വാട്ടർഫാൾസിലേക്കാണ് നമ്മളിനി അടുത്തായിട്ട് പോകാൻ പോകുന്നത്. ലക്കം വാട്ടർഫാൾസ് എത്തി. മൂന്നാറിൽ നിന്നും മറയൂർ പോകുന്ന റൂട്ടിലാണ് ഈ വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മളങ്ങനെ പുറത്തു നിന്നിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്. നമ്മളിങ്ങനെ നടന്ന് അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ആ കൈപ്പിടിയുടെ അടുത്ത് നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ ആ പാറയിലൂടെ ഒഴുകി വരുന്ന വെള്ളം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ടിക്കറ്റ് എടുത്തു. അങ്ങനെ ടിക്കറ്റ് എടുത്ത ശേഷം നമ്മളിത് മുകളിലേക്ക് കയറി പോവാണ്. ഇവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പുകൾ മുകളിലേക്ക് കയറി വേണം നമ്മൾ ഈ വാട്ടർഫാൾസിന്റെ അടുത്തേക്ക് എത്താനായിട്ട്. നമ്മൾ നേരത്തെ കണ്ട പാലത്തിലൂടെ ഒരു ബസ് പോകുന്നതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ നിന്നിട്ട് നമ്മൾ ആ പാലവും ആ താഴത്തെ പാറയൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അങ്ങനെ നമ്മളിത് ഇവിടെ നിന്ന് തിരിഞ്ഞ് നമ്മളിപ്പോൾ നേരെ കാണുന്നില്ലേ, ഇതിലൂടെ നടന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാലാണ് നമ്മുടെ വാട്ടർഫാൾസ് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് വാട്ടർഫാൾസിലേക്ക് പോവാം. നമ്മളങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആ കാണുന്നത് വലിയൊരു ആ മരത്തിന്റെ വേരുകൾ ശ്രദ്ധിച്ചോ? വളരെ വലിപ്പം കൂടിയൊരു മരമാണ്. അതിന്റെ വേരുകൾ ഇങ്ങനെ ചുറ്റുവട്ടത്തേക്ക് പാറമേക്കോടെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന്റെ വേര് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഈ മരം വളരെ വലിയൊരു മരമാണ്. അതിന്റെ അടുത്ത് ചെന്ന് നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെയൊന്നുമല്ല. ഇതിന്റെ വേരും വലിപ്പവും എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിപ്പമുണ്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ വരുന്നവരെല്ലാം ഈ മരം കുറച്ചേരം നോക്കി നിന്നിട്ടാണ് അകത്തേക്ക് നടന്നു പോകുന്നത്. നമ്മളങ്ങനെ ലക്കം വാട്ടർഫാൾസിലെത്തി. ദയാ ദൂരെ കാണുന്നതാണ് വാട്ടർഫാൾസ്. ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. മൂന്നാറിൽ നമ്മൾ എവിടെ ചെന്നാലും അവിടെ നല്ല തിരക്കാണ്. അത്രയ്ക്ക് ജനങ്ങൾ ഇവിടെ എല്ലാ സമയത്തും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഈ വാട്ടർഫാൾസ് കാണാനായിട്ട്. ഇവിടെ ഇപ്പം നമ്മളിതിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ വാട്ടർഫാൾസിൻ്റെ വെള്ളം വീണ ശബ്ദം നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റി. ഇപ്പം നല്ല ശബ്ദമുണ്ട്. ഒരുപാട് പേര് ആ വെള്ളത്തിൽ കുളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള പാറകളിൽ ഇരിക്കുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഈ കല്ലുകൾ കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ചാടി 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 ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ നല്ല രസമാണ്. നല്ല തണുപ്പുള്ള വെള്ളമാണ്. നമ്മളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഐസും കട്ടയിൽ തൊട്ട പോലത്തെ ഒരു ഫീലാണ്. അത്രയ്ക്ക് തണുപ്പാണ് വെള്ളത്തിന്. ഇവിടെ അത്യാവശ്യം സേഫ് ആയിട്ടുള്ളൊരു ഇടമാണ്. കാരണം ഇവിടെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു അവസ്ഥ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇവിടേക്ക് എൻട്രൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ നോർമലി നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറുന്ന സമയത്ത് നമ്മൾ ആകപ്പാടെ ഈ വാട്ടർഫാൾസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പാറമേക്കോടൊക്കെ നടന്നു പോകുമ്പോൾ വഴുതി വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മൂന്നാറിൽ വരുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ലക്കം വാട്ടർഫാൾസ്.
നമ്മൾ മൂന്നാറിൽ നിന്ന് മറയൂർ പോകുന്ന വഴിക്ക് ഇരുവികുളം നാഷണൽ പാർക്കിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ വാട്ടർഫാൾസ് വരുന്നത്. നമുക്ക് ഫാമിലിക്കായിട്ട് വരാനും കുറച്ചു നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്യാനും, ഇതുപോലെ വെള്ളത്തിലിറങ്ങാം, കുളിക്കാം, ഇതുപോലെ പാറയ്ക്കൊക്കെ സൈഡിലൊക്കെ ഇരുന്ന് നമുക്ക് നല്ലൊരു റിലാക്സ് മൂഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകൾ ഒരിക്കലും ഈ ടൂറിസ്റ്റ് പോയിന്റ് മിസ് ചെയ്യരുത്. മൂന്നാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊന്നാണ് ലക്കം വാട്ടർഫാൾസ്. ലക്കം വാട്ടർഫാൾസിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് നമ്മുടെ യാത്ര തുടരാണ്. മൂന്നാർ റിവർ ബാങ്ക് വാൽക്കവേ ചിൽഡ്രൻസ് പാർക്ക്. ഇത് മൂന്നാർ ജംഗ്ഷനോട് ഏകദേശം തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരാൾക്കുള്ള ടിക്കറ്റ് എന്ന് പറയുന്നത് 25 രൂപയാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറാണ്. ഇവിടെ വരാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ഒരു ഈവനിങ് ടൈമൊക്കെയാണ്, അല്ലെങ്കിൽ മോർണിംഗ്. നമ്മുടെ മുന്നിൽ കാണുന്ന പാലത്തിലൂടെ നടന്ന് നമുക്ക് അപ്പുറത്തേക്ക് പോകാം. അപ്പുറത്താണ് കുറച്ചും കൂടി വിശാലമായിട്ട് നടക്കാനുള്ള സ്ഥലങ്ങളും അതുപോലെ അവിടെയുള്ള കാഴ്ചകളും കാണാം. ഈ ചെറിയ ബോട്ടുകളിൽ കയറി നമുക്ക് ഈ പുഴയിലൂടെ യാത്ര ചെയ്യാവുന്നതാണ്. ഇഷ്ടമുള്ളവർക്ക് ഈ ബോട്ട് യാത്ര തിരഞ്ഞെടുക്കാം. നമ്മൾ ഈ പാലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ആ പുഴയുടെ സൈഡിലായിട്ട് കാണുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓപ്പോസിറ്റ് കാണുന്നതെല്ലാം വീടുകളാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സൂര്യകാന്തി പൂക്കളാണ്. നമ്മൾ ഈ നടന്നു പോകുന്നതിൻ്റെ ഇരുവശത്തുമായിട്ട് സൂര്യകാന്തി ചെടികൾ ഒരുപാട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ ചെടികളിലെല്ലാം തന്നെ വലിയ പൂക്കളുകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം തന്നെ ഈ ചെടികളും ഈ പൂക്കളും നോക്കി നിൽക്കുകയും അതിൻ്റെ ഒപ്പം നിന്ന് സെൽഫി എടുക്കുകയും അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ചെടികളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഈ പാർക്കിൽ ഒരുപാട് നല്ല കളർഫുൾ ആയിട്ടുള്ള ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നടക്കുന്ന വഴിയുടെ സൈഡിലായിട്ട് ആ ഇരിക്കുന്ന ഇരിപ്പിടവും ആ ചെടികളെല്ലാം കണ്ടില്ലേ, വളരെ മനോഹരമാണ്. ഇവിടെ വരുന്നവർ ഈ പറയുന്ന ചിൽഡ്രൻസ് പാർക്ക് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് വേണം നിങ്ങൾ ഇതിൻ്റെ അകത്ത് വരാനും. കാരണം അവർക്ക് ഊഞ്ഞാലാടാനും കളിക്കാനും പറ്റിയ എല്ലാ ഫെസിലിറ്റീസും ഇതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ മൂന്നാറിലോടുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വ്ലോഗിൽ കാണുമ്പോഴേക്കും സൈനിങ് ഓഫ്. ഹാപ്പി വേൾഡ് വ്ലോഗ്സ്. താങ്ക് യു.